എന്നാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം എന്ന് പ്രതീക്ഷിച്ചിരിക്കുക ആരൊക്കെയാണ് സാധ്യതാ പട്ടികയിലുള്ളത് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച ആര്യാടൻ ഷൗക്കത്ത് തന്നെ ആകട്ടെ ആദ്യ സാധ്യതാ പട്ടികയിൽ നമ്മുടെ മുന്നിൽ തെളിയുന്നയാൾ. എന്തായാലും വലിയ പ്രതീക്ഷയോടെയാണ് ആര്യാടൻ ഷൗക്കത്തും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുമൊക്കെ ഇത്തവണ നിലമ്പൂരിൽ കോൺഗ്രസിന്റെ സീറ്റ് അദ്ദേഹത്തിനാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അല്ലേ മാഡം? ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിന്റെ എക്കാലത്തെയും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ മകനായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയ കേരളത്തിൽ അറിയപ്പെട്ടത്. പക്ഷേ ആര്യാടൻ മുഹമ്മദിന് ശേഷമുള്ള ആദ്യ പോരാട്ടത്തിൽ അദ്ദേഹത്തിന് പരാജയം നേരിടേണ്ടി വന്നു. അതെ, എന്തായാലും KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നു. 2016 മത്സരിച്ച് തോറ്റതിന്റെ ഒരു ആഘാതം നിരാശയൊക്കെ മാറ്റുക ഇത്തവണ നിലമ്പൂരിൽ മത്സരിച്ച് ജയിച്ചെന്നതാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുമൊക്കെ ലക്ഷ്യം വെക്കുന്ന കാര്യം. അത് സാധ്യമാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇനി അൻവറിനോട് മത്സരിച്ച് പരാജയപ്പെട്ടു എന്ന ഒരു നിരാശ കൂടി മറികടക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അടുത്ത സാധ്യതാ പട്ടികയിലുള്ളയാണ് VS ജോയ് ആണ്. VS ജോയ് കോൺഗ്രസിന്റെ യുവമുഖമാണ്, KPCC ജനറൽ സെക്രട്ടറിയാണ്, DCC പ്രസിഡന്റാണ്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്രവർത്തനത്തിന്റെ സംഘാടന മികവിന്റെ ട്രാക്ക് റെക്കോർഡുള്ള ഒരു DCC പ്രസിഡന്റ് കൂടിയാണ് VS ജോയ്. നിലമ്പൂർ സ്വദേശി തന്നെയാണ്. ഇന്നലെ വളരെ സൗമ്യനായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. വളരെ കൃത്യതയോടുകൂടി ഞങ്ങൾ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ആര് സ്ഥാനാർത്ഥിയായി വന്നാലും ജയിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും UDFന്റെ പക്കൽ സജ്ജമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ആളുകളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ പല വിധത്തിലുണ്ടാകും, രാഷ്ട്രീയമായാലും. നമുക്ക് കാത്തിരിക്കാം. നമ്മൾ എടുത്തു പറയേണ്ടതാണ്. CPMന്റെ ഭാഗത്താണ് ആരൊക്കെയാണ് സാധ്യതാ പട്ടികയിൽ ഉള്ളത്? പല പേരുകൾ കേൾക്കുന്നുണ്ട്. അതിൽ ആദ്യം ആര് എന്നതാണ് ഇനി തെളിയാൻ പോകുന്നത്. M സ്വരാജ് CPM സ്ഥാനാർത്ഥിയായിട്ട് വന്നേക്കും എന്ന സാധ്യതകൾ നിലനിൽക്കുന്നു അല്ലെ? M സ്വരാജിനാണ് നിലവിൽ അവിടെയുള്ള സംഘാടന ചുമതലകൾ CPM ഏൽപ്പിച്ചിരിക്കുന്നത്. CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ഇടത് യുവജന സംഘടനകളെ കൃത്യമായി നയിക്കാൻ മികവുള്ള, ശേഷിയുള്ള, അണികളുള്ള നേതാവാണ്. തൃപ്പൂണിത്തുറ MLA ആയിരുന്നു അദ്ദേഹം. SFIയിലൂടെ പൊതുരംഗത്തേക്ക് വന്നാണ്. DYFIയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. മലപ്പുറം സ്വദേശിയാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിലെ ഒരു തോൽവി ഉണ്ടാക്കിയ നിരാശ അത് മറികടക്കാൻ ഒരുപക്ഷെ സ്വരാജിനും ഇവിടെ ഒരു സാധ്യത തെളിയുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഘടകമാണ്. സ്വരാജ് കഴിഞ്ഞാൽ ആർക്കാണ് സാധ്യത എന്ന് നോക്കാം. U ഷറഫ് അലി സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം നമുക്കറിയാവുന്നതാണ്, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ്. അദ്ദേഹത്തെ പരീക്ഷിച്ചേക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അവിടെ നിലമ്പൂർ നമുക്കറിയാം ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത നാടാണ്. ഷൗക്കത്ത് അലിക്ക് വലിയ ആരാധക വൃന്ദമുള്ള നാടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മുഖവും ആ ഒരു മികവും തങ്ങൾക്ക് അനുകൂലമാകുമോ എന്ന പരീക്ഷണത്തിന് ഇടതൊരുങ്ങുമോ എന്നുള്ളത് നോക്കാം. കളിക്കളത്തിലെ മികവ് ആ നിലയ്ക്ക് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ ഗോതയിൽ ആവർത്തിക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ സാധ്യതാ പട്ടികയിലാണ്, ഇതൊന്നും ഉറപ്പിച്ചിട്ടില്ല, സാധ്യതകൾ മാത്രമാണ് പറയുന്നത്. അടുത്തത് ആരാണ് എന്നൊന്ന് കൂടി നോക്കാം. അടുത്തത് ആരാണെന്ന് നോക്കാൻ പറ്റില്ല, കാരണം BJP മത്സരിക്കുമോ എന്നുള്ളത് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ വേറൊരു കാര്യം നമുക്ക് അവിടെ പറയാനുണ്ട്. അത് ഒരു പക്ഷേ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരുങ്ങുമോ? അങ്ങനെയാണ് എങ്കിൽ അത് ആരുടെ സാധ്യതകളെയാണ് അട്ടിമറിക്കുക അല്ലെങ്കിൽ വെല്ലുവിളി ഉയർത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്ത് രാഷ്ട്രീയ നേട്ടം എന്ന് വോട്ടറാവാൻ കഴിയും.